ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവിടെ ആക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഹെബ്രായക്കാർക്ക് ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ ഏകദേശം 15-ാം വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായി. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Today we will continue from Hebrews 9 verse 15. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ അതിനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അധികം സമയം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവ് ഇന്ന് ആവശ്യമായിരിക്കുന്ന ദൈവിക ദൂത് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. May the Lord give us the right word, even though I did not get enough time to spend in His presence. പ്രത്യേകിച്ച് വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. I request you all to pray for me. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസല്ല ഇതിൻ്റെ ലേഖനകർത്താവ് ആരാണെങ്കിലും അവർ ഈ ലേഖനം എഴുതുന്നത് നമുക്ക് വീണ്ടും നമ്മൾ ഒരു അനുവർത്തനമാണ്. എങ്കിലും ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അതിൻ്റെ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. I'd like to go through what we went through last week. പ്രത്യേകിച്ച് ഹെബ്രായ വിശ്വാസികൾ വിശ്വാസത്തിൽ നിന്നും അതിൻ്റെ വിശ്വാസ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു മെസ്സിയാനിക് ജ്യൂസ് അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ച യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്, നമുക്കറിയാം. The letter to the Hebrews was written especially for the Messianic Jews who had accepted Jesus as their Lord. അവർ ഒരുപാട് വേദനകളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ, ബുദ്ധിമുട്ടുകളിൽ കൂടെ, പ്രതികൂലങ്ങളിലൂടെ അവർ വിശ്വാസത്തിൽ അവർക്ക് നിലനിൽക്കുവാൻ സാധിക്കാതെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ അവർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. It was a time when they went through a lot of troubles and adversities, and it was a time when they could not stand for their faith that the author of Hebrews wrote this letter. അവർക്ക് വിശ്വാസത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകാൻ അതിനൊരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ലേഖനകർത്താവ് അവർക്ക് വേണ്ടി ഒരു ലേഖനം എഴുതുകയാണ്. When the writer came to know that they were going back from the word, they were going back from their faith, he felt compelled to write this letter. അവർക്ക് പല ചോദ്യങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെ പറ്റി പല ചോദ്യങ്ങൾ അവരുടെ മുമ്പിൽ അവർക്ക് വന്നു കാണും എന്ന് ഞാൻ കരുതുന്നു. I believe that they had a lot of questions about our Lord Jesus. അവർക്ക് പലതിനും ഉത്തരങ്ങളില്ലായിരുന്നപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ ആണ് ഈ എബ്രായക്കാർക്ക് ഈ ലേഖനം. They had many questions and the writers trying to give an answer to those questions. നമുക്ക് ഒരുപക്ഷെ പല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം, പലതും നമുക്ക് വെളിപ്പെട്ടിട്ടില്ലായിരിക്കാം. Even we might be having a lot of questions, the answers may not still be revealed to us. എനിക്കും ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Even I found the answer to many questions that I was seeking through this word. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ 15-ാം വാക്യം വരെ ചിന്തിപ്പാനിടയായി. Last time we studied till the verse 6. അവിടെ നമ്മൾ വായിച്ചത് ഒന്നുകൂടി ഞാനത് വായിക്കുകയാണ്. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട്, അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് മുമ്പ് നമ്മൾ പറയാതിരുന്നത്. അവിടെ പറയുന്ന ആദ്യ നിയമത്തെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി. Here it says, for this reason, for the redemption of the transgressions under the first covenant. അപ്പോൾ അന്ന്, അതായത് പുതിയ നിയമത്തിൽ ഉണ്ടായിരുന്ന പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തു രക്തത്താൽ മായ്ച്ചു കളഞ്ഞു. എന്നാൽ അത് രണ്ടാമത്തെ പുതിയ നിയമമാണ്. പക്ഷേ ആദ്യ നിയമത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ആദ്യ നിയമത്തെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായിട്ട് ഒരു മരണമുണ്ടായി. The sins of the new covenant were washed with the blood of the Lord Jesus, but the old covenant is what we're going to study about. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഓൾഡ് കവനന്റിനെ പറ്റിയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. This is what we are studying is about the old covenant. അപ്പോൾ ആ ലംഘനങ്ങൾ അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ, പാപങ്ങൾക്കുള്ള പരിഹാരം നടക്കണമെങ്കിൽ, if the sins had to be paid for, അവിടെ ഒരു മരണം നടക്കണം. a death has to take place. അത് മാത്രമല്ല, അവിടെ രക്തം ചൊരിയപ്പെടണം. There has to be a shedding of blood. അതിന്റെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പാപം അത്ര കഠിനമാണ്, പാപം അത്ര ഗൗരവമുള്ള കാര്യമാണ്, പാപം മരണത്തിലേക്ക് നയിക്കുന്നതാണ്. So it shows that sin is so grievous and serious before God. അത് പലപ്പോഴും ശത്രു ഈ ലോകത്തിൽ അത് വെളിപ്പെടുത്തത്തില്ല.
And the enemy will not try to reveal it to us. പക്ഷെ നമുക്കത് ദൈവം വെളിപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. But let us thank God that God has revealed it to us. അപ്പോൾ നമുക്ക് ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പിന് വേണ്ടി For the redemption of the transgressions, ഒരു മരണമുണ്ടായി. there was a death. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് കർത്താവിന് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, വേണമെങ്കിൽ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ എടുക്കപ്പെടാമായിരുന്നു മരിക്കാതെ. We were talking about what we talked about last time was Jesus didn't have to die. He could have been taken up while he was still alive. യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ മറ്റൊരു രണ്ടാമത് കർത്താവിന് മരിക്കാമായിരുന്നു. Jesus could have died. പക്ഷെ കർത്താവിന് കഷ്ടം സഹിക്കാതെ മരിക്കാമായിരുന്നു. But he could have died without suffering. പക്ഷെ കർത്താവ് ഈ ലോകത്തിൽ ഏത് മനുഷ്യനും സഹിക്കാവുന്ന അധികമായ കഷ്ടം കർത്താവ് സഹിച്ച് രക്തം ചൊരിഞ്ഞ് അവസാനത്തെ തുള്ളി രക്തം കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് കർത്താവ് മരിച്ചത്. But Jesus suffered a lot of agony and he shed the last drop of his blood before he died. 6 മണിക്കൂറോളം ക്രൂശിൽ അല്ലെങ്കിൽ കർത്താവ് വേദന സഹിച്ച് അത് കയ്പ് അനുഭവിച്ച പിതാവിൻ്റെ കോപം, നമ്മുടെ മേൽ വരേണ്ട കോപം കർത്താവ് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. Jesus bore that agony on the cross for almost 6 hours. The wrath of God that was upon us, Jesus took it upon himself. കർത്താവ് അത് എടുത്തു മാറ്റുവാൻ വേണ്ടിയായിരുന്നു കർത്താവ് ആ മരണം സഹിച്ചത്. Jesus wanted to take the punishment for our sins upon himself. അപ്പോൾ പഴയ നിയമത്തിൽ മൃഗങ്ങളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. In the Old Testament we know that animals were being killed. ദൈവത്തിന് മൃഗങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് താല്പര്യമുള്ള കാര്യമല്ല എന്ന് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നുണ്ട്. We later come to know that God has no pleasure in killing animals. പക്ഷേ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മളെക്കാളും അധികം കർത്താവ് ദൈവം എല്ലാത്തിനേക്കാളും അധികമായി നമ്മളെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് നമ്മുടെ സ്ഥാനത്ത് ഒരു മൃഗം മരിക്കേണ്ട ആയിട്ട് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. God had to kill an animal in our place to take the place of our sins. അപ്പോൾ അവിടെ വീണ്ടെടുപ്പിനായി റിഡംഷൻ എന്ന് പറഞ്ഞാൽ തിരികെ വാങ്ങിക്കുക, തിരികെ എടുക്കുക. Redeem means to buy back. നമ്മളെ നഷ്ടപ്പെട്ടു പോയി, നമ്മളെ പാപം നിമിത്തം മാനവരാശി പിശാചിന്റെ കരങ്ങളിൽ അകപ്പെട്ടു പോയി. Because of our sins we were lost, we fell into the hands of the evil one and Jesus had to buy us back. പക്ഷെ പിശാചിന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, തിരിച്ചു വാങ്ങിക്കുവാനായിട്ട് വീണ്ടെടുപ്പിന്റെ വിലയായി പൊന്നോ വെള്ളിയോ കൊടുത്താൽ പോരായിരുന്നു. But Jesus could not just give silver and gold to buy us back from the hand of the enemy. സ്വന്തം ചുടുചോര കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തു. Jesus had to shed his own blood. ജീവന്റെ വിലയായി അല്ലെങ്കിൽ കർത്താവ് കൊടുത്ത സ്വന്തം ജീവനായിരുന്നു. Jesus gave his own life. അവിടെ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ when we go to the Old Testament, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ മരണത്തിന് അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി അവർ കാത്തിരുന്നു. We know that the Old Testament saints, they waited for the coming of the Messiah. അവിടെ പലയിടങ്ങളിലായിട്ട് കർത്താവിന്റെ വരവിനെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. We see in a lot of places that they wait for the coming of the Messiah. അവിടെ അതായത് കർത്താവായ യേശുക്രിസ്തു നിത്യാവകാശത്തിന്റെ വാഗ്ദത്തമാണ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. We read that so as to receive the promise of the eternal inheritance. അപ്പോൾ നിത്യ രക്ഷ കർത്താവ് ദൈവം വാഗ്ദത്തം ചെയ്തത് പഴയ നിയമത്തിലുള്ള ഭക്തന്മാർക്കും പുതിയ നിയമത്തിലുള്ള ഭക്തന്മാർക്കും ജീവിച്ച ജനത്തിന് ഒരുപോലെ നിത്യ അവകാശം, നിത്യ ജീവൻ അവിടെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. Eternal life was promised to the Old Testament saints as well as the New Testament saints. അതുകൊണ്ടാണ് ഒരു പ്രമാണി കർത്താവിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കുക അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് യേശുക്രിസ്തു നമുക്ക് പറയുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. That's why when a ruler came and asked Jesus, what should I do to receive eternal life? അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിലുള്ള കാര്യം അല്ല, നമുക്കൊരു നിത്യതയുണ്ട്. അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിനപ്പുറത്ത് ചിലത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതെന്താണെന്നുള്ള വ്യക്തമായൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരുന്നത് അനുഗ്രഹമാണ്. So it's just to make us know that our life is not just for this there is an eternity beyond this life. നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും നമുക്ക് അതിനെപ്പറ്റിയുള്ള ഉത്തമമായൊരു ബോധ്യം എനിക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിരുന്നില്ല. Many do not have a conviction about an eternity. നമ്മളിത് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്തൊരു സ്വപ്നം കാണുന്ന പോലെയാണ് പലരും ചിന്തിക്കുന്നത്. ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. Though many people say there is an eternity, but there is still no conviction. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കിയിട്ടുണ്ട്. But beyond our imagination, God has prepared eternity for us. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായത്. That is why Jesus came into this world. അവിടെ പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും മധ്യേ
കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം നിർത്തി. Jesus stood between the Old Testament and the New Testament. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. That is why Jesus is the mediator of the new covenant. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു. We come to read that Jesus is a mediator of the new covenant. പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ വരാറുള്ള കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പ് ജനിച്ച അന്നുണ്ടായിരുന്നവർ എങ്ങനെ അവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ പറ്റി പലപ്പോഴും നമ്മൾ ചിന്തിക്കാറോ അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അത് അറിയാമായിരിക്കും. Many people are confused what happened to the believers who were born before Jesus came to the earth. അവർക്ക് രക്ഷയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. We might be asking whether they really saved. എന്നാൽ ഇവിടെ ലേഖനകർത്താവ് പറയുകയാണ് 15-ാം വാക്യത്തിൽ പറയാം, 9-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ പറയുകയാണ്, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടി കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. We come to read in verse 15 that Jesus died for the redemption of the transgressions under the first covenant. അപ്പോൾ പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയായിരുന്നു. Moses was the mediator of the old covenant. മോശ അവർക്ക് വാഗ്ദത്തം മോശ അവർക്ക് കൽപ്പലകകളിൽ നിയമം കൈമാറി ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും. Moses gave them the 10 commandments. അതേ കഥാവ് അവിടെ, പക്ഷേ മോശയ്ക്ക് അവർക്ക് നിയമം കൊടുക്കുവാനേ കഴിഞ്ഞതുള്ളൂ. Moses could only give the law. മോശയ്ക്ക് അവർക്ക് രക്ഷ വാഗ്ദത്തം ചെയ്യാൻ സാധിച്ചില്ല. But he could not give them salvation. അപ്പൊ ഈ വിശ്വാസികളോട് അദ്ദേഹം പറയുകയാണ്, ഇല്ലെങ്കിൽ ലേഖനകർത്താവ് പറയുകയാണ്, മോശ ദൈവവുമായിട്ട് സംസാരിച്ച് മുഖാമുഖം വന്നവർ സംസാരിച്ച വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും ദൈവത്തിന്റെ കൈപ്പട കൊണ്ട് തന്നെ ദൈവം തന്നെ ഉണ്ടാക്കിയെടുത്ത 2 ടാബ്ലറ്റ്സ്, നമ്മളിപ്പോൾ കയ്യിലും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ടാബ്ലറ്റ് അല്ല, നമുക്കറിയാതെ സ്റ്റോൺ ടാബ്ലറ്റ്സ്, കൽപ്പലകകളിൽ ദൈവം തന്നെ ചെത്തിയെടുത്ത് അതിൽ ദൈവത്തിന്റെ കൈപ്പടയായി തന്നെ 10 പ്രമാണങ്ങൾ 10 നിയമങ്ങൾ എഴുതി മോശയുടെ കരങ്ങളിൽ കൊടുത്തു. We know that God himself cut out the stone tablets and he engraved the 10 commandments on them. He wrote with his own hand. മോശ പഴയ നിയമത്തിലെ അവരുടെ മധ്യസ്ഥനായിരുന്നു. ദൈവത്തിനും മനുഷ്യനും മധ്യേ അഹരോന് മുമ്പ് മോശയായിരുന്നു നിന്നിരുന്നത്. So Moses was a mediator between God and man. അഹരോന് പുതിയതായിട്ട് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. മോശയാണ് അവർക്ക് പുതിയ ഒരു നിയമം, ദൈവത്തിന്റെ കരങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള വാക്കുകൾ, ദൈവത്തിന്റെ വചനങ്ങളെ പകർന്നു കൊടുത്തത് മോശയായിരുന്നു. Moses is the one who gave the commandments of God to man. അപ്പോൾ ഇവരോട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന മോശയെന്നും എന്നും ഏറ്റവും ശ്രേഷ്ഠനെന്നും ദൈവത്തിനോട് മുഖാമുഖം എന്ന പോലെ സംസാരിച്ചു എന്നും ദൈവം കൈകൊണ്ട് അതെ അടക്കിയെന്ന് വിശ്വസിക്കുന്ന മോശയെക്കാളും ഉന്നതനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. So the writer of the Hebrews is saying that though Moses spoke with God face to face and received the 10 commandments right from the hand of God and gave to the people, still Jesus is greater than Moses. അപ്പോൾ ഈ 15-ാം വാക്യത്തിൽ പറയുന്ന യേശു ക്രിസ്തുവിന്റെ ഒരു മരണം നടന്നേ മതിയാകും. അവർ ചോദിക്കുമായിരുന്നു, എന്താണ് യേശു ക്രൂശിൽ മരിച്ചത്? നിങ്ങൾ ഈ പറയുന്ന യേശു എന്തിനു ക്രൂശിൽ മരിച്ചു? ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. So the people were asking, why did Jesus really have to die on the cross? അപ്പോൾ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ് എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. So the writer is trying to explain to them why Jesus died on the cross. അപ്പോൾ യേശുവിന്റെ മരണത്തിന്റെ ആവശ്യം, ഒരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ടായിരുന്നു. The reason Jesus died was for our redemption. അതെ, മറ്റുള്ള അവർക്ക് വീണ്ടെടുപ്പ് ആവശ്യമുണ്ടായിരുന്നു. We needed redemption. രണ്ടാമത് അവർക്കൊരു നിത്യത അവകാശിയായി തീരണമെങ്കിൽ ഒരു മരണം ആവശ്യമായിരുന്നു. More than that, if they had to receive eternal life, a death was necessary. 3 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടണമെങ്കിൽ ഒരു മരണം ആവശ്യമാണ്. The promises of God has to be fulfilled in our life. A death has to take place. അവരോട് പറഞ്ഞു, മോശയോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിരുന്നു. ആവർത്തന പുസ്തകം 18:15 മോശയോട് പറഞ്ഞൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. God had given a promise to Moses in Deuteronomy 18:15. അവിടെ പറഞ്ഞത്, മോശ എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ മധ്യേ ദൈവം എഴുന്നേൽപ്പിക്കും. God told him that he would raise up a prophet like him. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആണ് പറയപ്പെടുന്നത്. That was Jesus himself. അപ്പോൾ മോശയ്ക്ക് ദൈവസന്നിധിയിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞില്ല. Moses could not bring the people to God. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. Jesus said, I am the way, the truth and the life. അപ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ മോശയ്ക്ക് മനുഷ്യന് ഒരു വഴി ഒരുക്കുവാൻ കഴിഞ്ഞില്ല.
Moses could not pave a way for man to reach God. എന്നാൽ ദൈവവുമായിട്ട് മുഖാമുഖം എന്ന പോലെ സംസാരിക്കാൻ, ദൈവശബ്ദം കേൾക്കുവാൻ എന്നെപ്പോലെയും നമ്മൾ ഓരോരുത്തരെയും പോലെ സാധാരണക്കാരായ യഹൂദന്മാരല്ലാത്ത ജനത്തിനും കൂടെ ദൈവത്തിന് സന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവശബ്ദം കേൾക്കുവാനും അതേ കഥാവ് ഒരു മധ്യസ്ഥനായി തീരുകയാണ്. So Jesus became a mediator for man to speak to God. അവിടെ പറയുന്ന ആദ്യ നിയമത്തെ ലംഘനങ്ങളിൽ നിന്നും, So from the transgressions of the first covenant. അത് ഞാനിപ്പോൾ പറയുമ്പോൾ ഇത് വളരെ എനിക്ക് വളരെ കെയർഫുൾ ആയിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. This is something we should be speaking. ഇതിനകത്തൊരു തെറ്റായ ഒരു ഉപദേശം വരാൻ പാടില്ല. There should not be any wrong counsel. അവിടെ ആദ്യ നിയമത്തെ ലംഘനങ്ങളുള്ള വീണ്ടും ഇവർക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ പഴയ നിയമത്തിലുണ്ടായിരുന്ന യഹൂദന്മാർ അവർക്ക് അല്ലെങ്കിൽ അതിനു മുമ്പ് യാഗം ചെയ്തവർക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് രക്ഷയുണ്ടോ എന്ന ഉള്ള ചോദ്യമുണ്ട്. There is a question what happened to the people under the old covenant, or the people who made the sacrifices, were they really saved? അവിടെ അവർക്ക് യഥാർത്ഥത്തിൽ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു കാര്യം, ദൈവം അവിടെ മൃഗങ്ങളുടെ യാഗങ്ങളെ ദൈവം കൽപ്പിക്കുമ്പോൾ we read that when God commanded the killing of sacrifice of animals, അവിടെ കാളകളെയും പശുക്കിടാവിനെയും അങ്ങനെ പലതരത്തിലുള്ള ഓരോ പാപത്തിനും ഓരോ മൃഗങ്ങൾ കൊല്ലപ്പെടുമ്പോൾ, when the bulls and the goats were being sacrificed according to their sins, അവർ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടിട്ടാണ് അവിടെ ഒരു രക്തം അവിടെ ചൊരിയപ്പെടുന്നതെങ്കിൽ, if they had really repented and made the sacrifice, അവിടെ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നു. God would have surely forgiven their sins. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു ചെല്ലുമ്പോൾ, the high priest went into the most holy place once a year. അതെ, അതിന് യോങ്കിപ്പൂർ എന്ന് പറഞ്ഞ ദിവസത്തിൽ അവിടെ കടന്നു ചെല്ലുമ്പോൾ, on the day of atonement when he went to the most holy place, ആ കാലഘട്ടങ്ങളിൽ ആ യാഗം കഴിയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വരുമായിരുന്നു എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. It is said that the presence of God would literally come down upon the most holy അപ്പോൾ place. അന്ന് നടന്ന യാഗങ്ങളും മരണങ്ങളും മൃഗങ്ങളുടെ കൊല്ലപ്പെടുന്നതിന് അതിനും അത് മഹത്വകരമായ ഒരു കാര്യമാണ് അവർ ചെയ്തത്. So the sacrifice of animals which took place was glorious. അത് അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയും ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്തിരുന്നു. Because the glory of God came down and God forgave their sins. അപ്പോൾ അവിടെ പക്ഷേ നമുക്കറിയാം, പിന്നീട് നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ നമുക്കൊരു പക്ഷേ മനസ്സിൽ ഉയർന്നു വന്നേക്കാം. ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. But we might be still having many questions related to this. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ഭക്തന്മാർ, പഴയ നിയമത്തിലുണ്ടായിരുന്ന വിശുദ്ധന്മാർ, അവര് ഈ യാഗം കഴിക്കുമ്പോൾ, The Old Testament saints, when they made the sacrifices, ഞാൻ അതിന്റെ വേഗത്തിൽ കടന്നു പോകാൻ കാരണം ഞാൻ ഈ ഭാഗം വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും കഴിയുന്നത്ര നമുക്ക് അത് വ്യക്തമായി ഒന്ന് അറിയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I'm going a little slow so that we can understand it more clearly. അപ്പോൾ ഈ യാഗം കഴിക്കുമ്പോൾ, ഈ മൃഗത്തിന്റെ യാഗം അവിടെ നടക്കുമ്പോൾ, when the sacrifice of animals is taking place there, ഈ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ജനത്തിന് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്ന യാഗം വരാൻ പോകുന്ന മെസ്സിഹായുടെ അല്ലെങ്കിൽ മശിഹായുടെ ഒരു നടക്കാൻ പോകുന്ന രക്ഷ അതെങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ there was a redemption, there was a അവരെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. But they had a hope that the sacrifice of the animals was somehow pointing to the coming of the Messiah to save them. അപ്പോൾ അത് ജനസിസ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ആദാമിനോട് ദൈവം പറയുന്ന വാഗ്ദത്തമുണ്ട്. 3:15 നമ്മൾ പലർക്കും അറിയാം. ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, ഞാൻ നിനക്ക് സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നിന്റെ കുതിക്കാൽ തകർക്കും. അപ്പോൾ അവർക്കൊരു വിടുതൽ, ഒരു റിഡംഷൻ ദൈവം അവർക്ക് വാഗ്ദത്തം ഏദൻ പർദീസയിൽ വെച്ച് ചെയ്തിരുന്നു. In Genesis 3:15, God told, I will put enmity between you and the woman, between your seed and her seed. He shall bruise your head and you shall bruise his head. അപ്പൊ ഇവർക്ക് അന്ന് മുതൽ പ്രത്യാശയുണ്ട്, ഇവരെ പൂർണ്ണമായിട്ടും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരു മശിഹ വരും. So they had an expectation that a Messiah was coming to redeem them from their sins. അപ്പോൾ യുഗങ്ങൾക്ക് മുമ്പ് ഭൂമി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. We read in the Old Testament that a lamb was slain before the foundation of the world. അപ്പോൾ അതിന്റെ ഒരു പൂർത്തീകരണം നടക്കുമെന്ന് ഇതിനകത്ത് പലർക്കും അറിയാമായിരുന്നു.
So they knew that there was a fulfillment of that promise. അന്ന് നടന്നുകൊണ്ടിരുന്ന യാഗങ്ങൾ മുഴുവൻ ഇതിലേക്ക് നോക്കിയുള്ള വിശ്വാസത്തിൽ നോക്കിക്കൊണ്ടായിരുന്നു ഇവർ പലതും ചെയ്തിരുന്നത്. So the sacrifice of animals was pointing out to that, the ultimate sacrifice. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. I don't think that everyone did that. കാരണം ഞാനും പലപ്പോഴും ഈ ആരാധനയിൽ കടന്നു വരുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും പലപ്പോഴും അതൊരു കേവലം ഒരു ചടങ്ങായി പലപ്പോഴും മാറാറുണ്ട്. Usually when we come for worship, it becomes a ritual. പക്ഷേ അത് മാറി നമ്മൾ വരുന്ന ആരാധിക്കുന്ന ഒരു സത്യദൈവത്തെ ഇന്ന് നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്ന മഹോന്നതനായ മഹത്വത്തിൽ ഇറങ്ങി വരുന്ന പരമപരിശുദ്ധനായ ഇന്നും ജീവിക്കുന്ന, ഇന്നും നമ്മളോട് സംസാരിക്കുന്ന, ഇന്ന് നമ്മളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ അടുക്കിലേക്കാണ് നമ്മൾ ഓടി വന്നിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ, But if we come to know, really believe that the Holy God is coming in all His glory in our meetings, അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഗൗരവമുണ്ട്, നമുക്ക് ഒരു ബോധ്യമുണ്ട്. we become more serious. ഞാൻ വിശ്വസിക്കുന്നു. അതെ, നമുക്ക് കുറച്ച് അപ്പൊ അങ്ങനെ അന്ന് കഴിച്ചിരുന്ന യാഗങ്ങൾ കേവലം ചടങ്ങുകളല്ല, യഥാർത്ഥത്തിൽ ഒരു പാപങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റുപറഞ്ഞ് യഥാർത്ഥ മാനസാന്തരത്തിൽ കടന്നു വന്ന് ചെയ്ത യാഗങ്ങളായിരുന്നുവെങ്കിൽ, So the sacrifices which were made then were not only rituals, if they really repented and made those sacrifices. അവരുടെ പാപങ്ങളെ കർത്താവ് മറച്ചിരുന്നു, കഴുകി മാറ്റിയെന്നല്ല അവിടെ പഴയതിരിക്കുന്നത്, അത് മറച്ചിരുന്നു ദൈവം. But we believe that God had really covered their sins. അവർക്ക് അന്ന് പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. We cannot say that the Holy Spirit did not exist, and Holy Spirit was there. പക്ഷേ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. But it is through Jesus Christ that the Holy Spirit comes to dwell in us. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ല, കർത്താവ് വില കൊടുത്ത ഗിഫ്റ്റാണ്. കർത്താവ് സ്വന്തം രക്തം കൊടുത്ത് വാങ്ങിച്ച ഒരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. Though the Holy Spirit is given freely, Jesus had to pay a cost for us to get the Holy Spirit. അതാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-6 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. That's why we read in Isaiah 53 verse 5 and 6. അവിടെ എത്യോപ്യൻ ഉണ്ടായിരുന്ന ഭണ്ഡാര വിചാരകനോട് ഫിലിപ്പോസ് വചനം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നമുക്ക് പലർക്കും അറിയാം, അതിലേക്ക് നമുക്ക് പോകണമെന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു, നമ്മുടെ സമാധാന ശിക്ഷ അവന്റെ മേലായി. ഇങ്ങനെ ഒരു ദൈവികമായ പ്രവചന ദൂത് യേശയ്യാ പ്രവാചകനിലൂടെ 500 വർഷങ്ങൾക്കപ്പുറമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, നിങ്ങളെ കളിക്കുന്ന യാഗം അതിന്റെ പൂർത്തീകരണം വരാൻ പോവുകയാണ്. We know when Philip was talking to the eunuch who was going to Jerusalem to worship, he read the portion in Isaiah 53 where it says he has borne our griefs and carried our sorrows. അപ്പോൾ അത് എന്താണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. The eunuch did not really understand what he was reading. പഴയ നിയമത്തിലുള്ള ഭക്തന്മാർക്കും അത് മനസ്സിലായില്ല. The Old Testament saints did not understand what it meant. പക്ഷേ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിലൂടെ അത് വെളിപ്പെടുത്തി കൊടുത്തു. But in the New Testament, Philip is interpreting the word to them. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾ ഇനിയിപ്പോൾ ഒരു യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. In other words, they didn't have to go and make sacrifice again. കർത്താവ് യാഗങ്ങളുടെ പൂർത്തീകരണം കാൽവരി ക്രൂശിൽ ഗൊൽഗോത്തയിൽ തീർത്തു കഴിഞ്ഞു. Jesus has made the ultimate sacrifice on the cross. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി. The punishment for our sins was upon him. അവന്റെ അടിപ്പിണരുക, അവൻ ശരീരത്തിൽ വേദന സഹിച്ചത്. ആമേൻ. കർത്താവ് ഒരു മൃഗം ഒരിക്കലും വേദന സഹിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുമ്പും പറഞ്ഞ ഒന്നുകൂടെ പറയട്ടെ, ഒരു മൃഗം മരിക്കുമ്പോൾ അതിനൊരിക്കലും അടികൊള്ളേണ്ട ആവശ്യം, അതിനെ വെട്ടിക്കൊല്ലുകയുള്ളൂ. When an animal dies, it doesn't have to be beaten, it's only being killed. പക്ഷെ ഓരോ ഇഞ്ചും ശരീരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് തകർക്കപ്പെടുവാൻ വേണ്ടി ശരീരം ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പാപങ്ങൾ, നമ്മൾ ചെയ്ത നമ്മുടെ ശരീരത്തിൽ ചെയ്ത പാപങ്ങളുടെ അതിനുവേണ്ടി പാപപരിഹാര ബലിയായി കർത്താവ് ചെയ്തു. But Jesus underwent a slow suffering and death for all our sins. അപ്പോൾ പാപം മൂലം കടന്നു വന്ന ശാപവും രോഗങ്ങളെയും കർത്താവ് ശരീരത്തിൽ അതിനുള്ള ശിക്ഷ ഏറ്റെടുത്തു. The sin for the curse and for the പാപവും ശാപവും, sin and curse, കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിലേറ്റ by the stripes of Jesus he took up upon his body.
He took upon his body the sin and the curse. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് അതുകൊണ്ട് അവിടെ നമുക്കത് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമല്ല, ഒരു കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി അകൃത്യങ്ങൾ കർത്താവിന്റെ ശരീരത്തിൽ ഏറ്റെടുത്തതായിട്ട് പഴയ നിയമത്തിൽ ഓൾറെഡി ദൈവത്തിന്റെ അവരുടെ പ്രത്യാശ അല്ലെങ്കിൽ ഒരു പ്രവചനം അവിടെ കിടപ്പുണ്ടായിരുന്നു. Jesus took our sins upon his body. മാത്രമല്ല യോബിന് അങ്ങനെ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. Job had a hope. ഞാൻ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, പഴയ നിയമത്തിനകത്ത് യേശുക്രിസ്തു വരുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ഒരു യാഗം നടക്കുമെന്നും അവർക്കൊരു രക്ഷയുണ്ടെന്നും അന്ന് ഉണ്ടായിരുന്ന പലർക്കും അറിയാമായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ കാത്തിരുന്നത്. The Old Testament saints knew that a Messiah was coming and their salvation was coming. അപ്പോൾ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഞാൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നുവെന്ന് യോബിന്റെ അവസാന ഭാഗത്ത് യോബിന്റെ കഷ്ടതയുടെ ലാസ്റ്റ് ഫേസിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ യേശുവിനെ പറ്റി തന്നെയാണ് പറയുന്നത്. So when we know that റിഡീമർ എന്നെ വിടുവിക്കുന്ന ഒരുവൻ വരും. We know that Job in the last phase of his suffering, he said, my Redeemer lives and in the end he will stand on the earth. എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടത, ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ കഷ്ടതയിൽ തന്നെ ഞാൻ മരിച്ചാലും എന്നെ ആ കഷ്ടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് വേണ്ടി നിത്യത ഒരുക്കുന്ന പൊടിയിലായി തീർന്നാലും പൊടിയിൽ നിന്ന് എന്നെ ഉയർപ്പിച്ച് മഹത്വകരമായ ഒരു ശരീരം എനിക്ക് നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അല്ലെങ്കിൽ രക്ഷകൻ ഉണ്ടെന്ന് യോബ് വിശ്വസിച്ചിരുന്നു. Job believed that though he suffered in his body, that his Redeemer was coming and he was going to save him. അപ്പൊ ആരും യോബിനെ പഠിപ്പിച്ച യോബിന് കിട്ടിയ വെളിപ്പാടായിരുന്നത്. Nobody told Job about this. It was a revelation that came to him. യോബിന്റെ പുസ്തകം നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പുസ്തകമാണ് യോബിന്റെ പുസ്തകം. We know that the book of Job is the oldest book in the Bible. അപ്പോൾ ഈ ഭക്തന്മാർക്കും അനേക ഇടങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. So many Old Testament saints had this hope in them. അപ്പോൾ അവിടെ ഈ അന്നുണ്ടായിരുന്ന പഴയ നിയമ ഭക്തന്മാർ അവർ നോക്കിക്കൊണ്ടിരുന്നത് മുന്നോട്ടായിരുന്നു. So the Old Testament saints looked forward. അവരെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ടാണ് ഈ യാഗങ്ങളെ കഴിച്ചിരുന്നത്. They made the sacrifices looking with hope forward. അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ഒരു രക്ഷയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. The word of God says that through their works there is no salvation. നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്ത് പുണ്യപ്രവൃത്തികൾ ചെയ്ത് ഒരിക്കലും നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് നിദാനമല്ലത്. Though we do a lot of good works, through those good works we cannot get salvation. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം ദൈവം ഭൂമിയിൽ തരും. If we do good works, we will get a reward on this earth. ആ തലമുറയ്ക്കും ദൈവം തരും. It will pass on to our generation. പക്ഷേ ഒരാളുടെ രക്ഷയ്ക്ക് അത് ഉതകുന്നതാകുന്നില്ല. But it is not enough for our salvation. രക്ഷ വരുന്നത് കൃപയാലും രക്ഷ വരുന്നത് വിശ്വാസത്താലുമാണ്. But salvation comes through grace and through faith. അതെ, നമ്മളെ മുഴുവൻ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്താലും അതുകൊണ്ടൊന്നും നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലം നമുക്ക് അല്ലെങ്കിൽ പാപത്തിന്റെ അതിന് തക്കതായ അത് മറുപടിയായി നമുക്ക് കൊടുക്കുവാൻ ഒന്നും കഴിയത്തില്ല. Whatever works we do on this earth, it can never repay the sins that we have committed. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവൻ മരിക്കുമെന്ന് ദൈവത്തിന്റെ പ്രമാണമാണെങ്കിൽ, that's why the word of God says that those who sin must die. നമ്മുടെ സ്ഥാനത്ത് ഒരു മൃഗം മരിക്കുകയാണ്, മൃഗത്തെ കൊല്ലുകയാണ്. In our place an animal is being sacrificed. അപ്പോൾ പാപത്തിന്റെ ശിക്ഷയ്ക്ക് പാപത്തിൽ നിന്നുള്ള വിടുതൽ, ശാപത്തിൽ നിന്നുള്ള വിടുതൽ, നിത്യനാശത്തിൽ നിന്നുള്ള വിടുതൽ വരണമെങ്കിൽ ഒരു മരണം അവിടെ നടക്കാം. So if deliverance has to take place from our sin, from our curse, death has to take place. മരണമില്ലാതെ പാപത്തിൽ നിന്ന് വിമോചനമില്ല. Without death there is no redemption. രക്തം ചൊരിയാതെ പാപത്തിന് വിമോചനമില്ല. Without the shedding of blood there is no remission of sins. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. I hope you can understand what I am saying. അതെ, അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരാൻ പോകുന്ന യാഗത്തെയാണ് ഒരു പ്രതിച്ഛായ എന്നതുപോലെ പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത ന്യായപ്രമാണ മുഖാന്തരം അവർ ചെയ്തുകൊണ്ടിരുന്നത്. So the sacrifices that they were doing based on the commandments of God was pointing out to the sacrifice that Jesus was going to make. അവരുടെ രക്ഷ അവർക്ക് 10 പ്രമാണങ്ങളെല്ലാം ചെയ്തിട്ട് അവർക്ക് ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ലായിരുന്നു. They could not gain salvation through obeying the laws. അപ്പം ദൈവം കൊടുത്ത പ്രമാണങ്ങൾ പലതും അവർക്ക് തെറ്റിപ്പോകുമ്പോൾ അവർക്ക് അവരുടെ നല്ല പ്രവൃത്തി കൊണ്ട് ഒരിക്കലും അവർക്ക് രക്ഷയെ തിരികെ എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. Though because they broke the laws, they could not gain salvation. അപ്പോൾ ചെയ്ത പാപത്തിന്റെ ഉള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തിയല്ല. യു ഹാവ് ടു രക്തം ചൊരിയണം.
So, in order to be saved from their sins, the blood had to be shed. അവൻ നല്ലത് നമ്മൾ കൊയ്യുന്നത്, നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്തിരിക്കും. What we sow, we reap. അത് നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഭൂമിയിൽ കിട്ടും. So, if we do good things, we will reap. പക്ഷെ നിത്യത അവകാശമായി തീരണമെങ്കിൽ, രക്ഷ കടന്നു വരണമെങ്കിൽ അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ വേണമെന്നാണ് ആ ദൈവത്തിന്റെ പ്രമാണം പറയുന്നത്. But God's word says that we have to have eternity. If we have to have salvation, there has to be a shedding of blood. അതുകൊണ്ട് അബ്രഹാമിനെ പറ്റി പറഞ്ഞു. അബ്രഹാം കർത്താവ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 56 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന അബ്രഹാം യേശുക്രിസ്തു വരാൻ പോകുന്ന ദിവസത്തെ ഓർത്ത് സന്തോഷിച്ചു. In John 8, we read, your father Abraham rejoiced to see my day, and he saw it and he was glad. എന്റെ ദിവസം കാണുമെന്നുള്ളത് ഉല്ലസിച്ചു, അവൻ കണ്ടു. അപ്പൊ അവിടെ ഒരു അബ്രഹാമിന്റെ രക്ഷ പറ്റി, അല്ലെങ്കിൽ അബ്രഹാം ദൈവ മടിയിൽ ഒരു ലാസർ കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. We see Lazarus in Abraham's bosom. പക്ഷെ എബ്രഹാമിന്റെ രക്ഷ വന്നത് പ്രവൃത്തി കൊണ്ടല്ല. എബ്രഹാം വിശ്വസിച്ചത് എബ്രഹാമിന് ദൈവം നീതിയായി കണക്കിട്ടു. But Abraham's salvation did not come through his works, but he believed and it was accounted for righteousness. പക്ഷേ ഭൂമിയിലെ നിത്യതയുടെ രക്ഷ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ, യേശുക്രിസ്തു പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും മധ്യേ കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുന്നു, അവൻ പുതിയ നിയമത്തിന് മധ്യസ്ഥനാകുന്നു. Jesus is the mediator of the new covenant. കർത്താവ് അതിന്റെ മധ്യസ്ഥനായി നിൽക്കുകയാണ്. Jesus is the mediator. അത് മോശയല്ല. It is not Moses. അതൊരു അഹരോനല്ല. It is not Aaron. മറ്റൊരു ദൂതനുമല്ല. It is not any angel. ഒരു വിശുദ്ധനുമല്ല. Not any saint. യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയവുമല്ല. Not the mother Mary. യേശുക്രിസ്തു മാത്രമേ മധ്യസ്ഥനായിട്ടുള്ളൂ. Jesus is the only mediator. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മധ്യസ്ഥനായ ഒരുവനുണ്ടെങ്കിൽ മോശയല്ല, യേശുവാ. If there is a mediator in the Old Testament and the New Testament, it is not Moses, but it is Jesus. ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്, മോശയല്ല പുതിയ മധ്യസ്ഥൻ യേശുവാണ്. So he's trying to make them understand that Moses is not the mediator, but Jesus is the mediator. എങ്ങനെയാണ് യേശു മധ്യസ്ഥനാകുന്നത് എന്ന് നമുക്ക് പറഞ്ഞു വരുന്നത്. How does Jesus become the mediator? അതെ, യേശുക്രിസ്തു സ്വന്തം നമുക്ക് വേണ്ടി നമ്മുടെ ജീവനെ വീണ്ടെടുക്കുവാൻ, In order to get our redemption. അതെ, അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവര് മുമ്പോട്ട് നോക്കി വിശ്വസിച്ചിരുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ യാഗത്തിൽ അവരെ കണ്ടുകൊണ്ടാണ് ഈ യാഗങ്ങൾ അർപ്പിച്ചിരുന്നത് എന്നാണ് മറ്റൊരു രീതിയിൽ ഈ ലേഖന കർത്താവ് പറയുന്നത്. The writers saying that the sacrifice of animals was pointing out to the sacrifice of Jesus. അതെ, അവിടെ നമുക്കറിയാം അബ്രഹാം ദൈവം പറഞ്ഞത് വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. We read that Abraham believed God and it was accounted to him for righteousness. അതെ, അവിടെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ ഭൂമിയിൽ നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. When God is blessing Abraham, God is telling him, whom you bless I will bless, whom you curse I will curse. അതിന് പിന്നെ അടുത്തുള്ള വാക്യങ്ങളിൽ പറയുന്നത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിലൂടെ വരുന്ന സന്തതിയിലൂടെ ഭൂമി സകലതും അനുഗ്രഹിക്കപ്പെടും. Then later it says, through your seed all the nations of the earth shall be blessed. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ഞാനത് വേഗത്തിൽ മുന്നോട്ട് പോകാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. So through Jesus the propitiation of our sins are taking place. സമയമുള്ളപ്പോൾ റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായവും 4-ാം അധ്യായവും നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്യങ്ങൾ അതിനകത്തുണ്ട്. So there are related verses in Romans. അപ്പോൾ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം എന്നെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. So Jesus became the propitiation for our sins. അപ്പോൾ തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. അതായത് അവിടെ പറയുന്നു, God had passed over the sins that were previously committed. അപ്പോൾ അന്നുണ്ടായിരുന്ന പാപങ്ങളുടെ പൂർണ്ണമായ ക്ഷമ ലഭിച്ചിരുന്നില്ല പഴയ നിയമത്തില്. So the forgiveness of sins did not take place then. പക്ഷെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ അന്ന് വിശ്വസിച്ചവർക്ക് ആ ക്രൂശിലെ മരണം നടന്നു കഴിഞ്ഞപ്പോൾ, ക്രൂശിലെ യാഗം നടന്നു കഴിഞ്ഞപ്പോൾ, അവര് വിശ്വസിച്ചിരുന്ന പ്രതിച്ഛായായിരുന്ന അല്ലെങ്കിൽ വരാനിരുന്ന ഒരു യാഗത്തിന്റെ പൂർത്തീകരണം യേശുവിടെ നടന്നപ്പോൾ അതിന്റെ പൂർത്തീകരണം അല്ലെങ്കിൽ അവരുടെ പാപങ്ങൾ കൂടി ക്രിസ്തു യേശുവിലൂടെ അവർക്ക് ക്ഷമ ലഭിച്ചു എന്നാണ് മറ്റൊരു അർത്ഥത്തിൽ പറയുന്നത്. So when Jesus made the sacrifice on the cross, they believed that their sins were forgiven through that sacrifice.
അതെ, അവർക്ക് അന്ന് അവർ യാഗം കഴിച്ചൊരു കടമായിട്ടാണ് അവിടെ മറ്റൊരു ഭാഗം നമുക്ക് അതിലേക്ക് വരാം. അവർ ചെയ്ത യാഗം ഒരു കടമായി കടന്നപ്പോൾ അവരുടെ യാഗത്തിന്റെ പൂർത്തീകരണം വരുന്നത് യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ പൂർത്തീകരണത്തിലൂടെ യാഗം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായ യാഗത്തിന്റെ പൂർത്തീകരണം വരുന്നത്. So when their sins was like a debt, the debt was being paid when Jesus sacrificed himself on the cross. അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ എനിക്കറിയാം അല്പം കട്ടിയുള്ളൊരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. It is a little difficult to understand. ഡിഫിക്കൽട്ട് അല്ല എങ്കിലും കാര്യം സിമ്പിളാണ്, പക്ഷെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. Amen. ഹല്ലേലൂയ. അപ്പോൾ അന്നുണ്ടായിരുന്നവർ പ്രവൃത്തിയാലല്ല, അവരും വിശ്വാസത്താൽ തന്നെയാണ് യാഗം കഴിച്ചത്. It is not through works, but it is through faith that they made the sacrifice. അവരുടെ പാപം വേറൊരു മൃഗത്തിന്റെ മേൽ അർപ്പിക്കപ്പെടുന്നു അവർ വിശ്വസിച്ചു. They believed that their sins were imputed on another animal. അവർ ചെയ്ത പാപത്തിന് അവരുടെ പ്രവൃത്തി കൊണ്ട് സാധിക്കത്തില്ലെന്ന് അന്നുള്ളവർ വിശ്വസിച്ചിരുന്നു. They believed that their sins could not be forgiven. അപ്പൊ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു വലിയ വൻ പ്രവൃത്തിയെ അന്നൊരു പ്രതിച്ഛായയായി പഴയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്. So the sacrifice of Jesus was a shadow of what happened. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര. റോമർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഞാൻ വായിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു പോകാം. റോമൻസ് 4:16 അവിടെ പറയുന്നു, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത് വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കൃപ അല്ലെങ്കിൽ ദാനം, കൃപാദാനം വരുന്നത് പ്രവൃത്തിയല്ല. മോശ പറഞ്ഞ പ്രവൃത്തി ചെയ്തിട്ട് ആർക്കും അവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ മൃഗത്തിന്റെ യാഗത്തിലൂടെ അല്ലെങ്കിൽ അന്ന് പൂർണ്ണമായൊരു മാനസാന്തരത്തിൽ ചെയ്ത യാഗത്തിലൂടെ അന്ന് ചൊരിഞ്ഞ രക്തത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് രക്ഷ വരത്തുള്ളൂ. It is only through the shedding of blood that a person gets saved. അതെ, അപ്പോൾ അത് വിശ്വാസത്തിലൂടെയായിരുന്നു അന്നും നടന്നുകൊണ്ടിരുന്നത്. It happened only through faith. അതെ, അവിടെ നമുക്കറിയാം റോമർക്ക് ലേഖനം 4-ാം അധ്യായം 6-8 വാക്യങ്ങളിൽ Romans 4:6-8 അവിടെ പറയുന്നത് പ്രവൃത്തി കൂടാതെ ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത്. David says that the person who blesses a man to whom the Lord does not impute iniquity. പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ Without works, if he is being justified. അപ്പൊ നമ്മുടെ രക്ഷ പ്രവൃത്തിയാലല്ല വരുന്നത്. So our salvation does not come through our works. പ്രവൃത്തി പഴയ നിയമത്തിലെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും അന്നുള്ളവർക്ക് രക്ഷ വന്നിരുന്നില്ല. So through the works we cannot get salvation. അവിടെ ഈ ദാവീദിന് ഈ മർമ്മം വെളിപ്പെട്ടിരുന്നു. David had a revelation of this word. അപ്പോൾ ആ വെളിപ്പാട് 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി വെച്ചിരിക്കുന്നതാണ് റോമർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. What we read in Psalm 32 is what is said in Romans 4. അവിടെ അതുകൊണ്ട് അധർമ്മം മോചിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ നമ്മൾ കുറച്ചു മുമ്പ് പറയാനിടയായി. We said blessed is the man to whom the Lord does not impute iniquity, whose sin is ഹല്ലേലൂയ. forgiven. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ക്ലിയർ ആക്കാം. സ്തോത്രം. അപ്പോൾ ഞാൻ പറയുന്നതല്ല, ഇതിനകത്ത് എഴുതിയ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പോൾ അവിടെ അന്ന് യാഗം കഴിച്ചതിൽ എത്ര പേർ രക്ഷ പ്രാപിക്കും എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. Whoever made the sacrifices, we don't know how many received salvation. അത് ഈ പുതിയ നിയമത്തിലും ഇന്ന് നമ്മളെ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് നമ്മുടെ വിശുദ്ധ ജീവിതം നയിക്കുന്ന എന്ന് പറയുന്നവർ എത്ര പേർ രക്ഷ യഥാർത്ഥത്തിൽ പ്രാപിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. Even in the New Testament, those of us who receive Jesus into their life and live a holy life, ആരെയും വിധിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. we cannot judge anyone. നമ്മളെ തന്നെ വിധിക്കുവാൻ തിരുവചനം പറയുന്നു. Word of God says that we have to examine അന്തിമ ourselves. വിധി ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കും. The ultimate judgment is for God. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. അവിടെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിൽ ഏൽപ്പിച്ച്, അതെ അവിടെ അതിലേക്ക് റോമർക്ക് ലേഖനം 4-ാം അധ്യായത്തിന് 23-24 വാക്യങ്ങൾ സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. റോമൻസ് 4-4 അധ്യായം ഒന്നുകൂടെ പറയണം. റോമർക്ക് ലേഖനം 4-ാം അധ്യായവും 3-ാം അധ്യായം 4-ാം അധ്യായവും താല്പര്യമുള്ളവർ വായിക്കുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. അവർക്ക് മനസ്സിലാക്കാൻ Romans 4 and Romans 3 and Romans 4, this becomes more clear. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരാനിരിക്കുന്ന ക്രൂശമരണത്തെ 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. In Psalm 25, David says,
ഞാൻ പറയുന്നത് മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കുന്നു. പഴയ നിയമത്തിലുണ്ടായിരുന്ന ഭക്തന്മാർക്ക് വരാനിരിക്കുന്ന മശിഹായുടെ യാഗത്തെ പറ്റിയുള്ള വെളിപ്പാടുണ്ടായിരുന്നു. So the Old Testament saints had a revelation of Jesus' sacrifice. ആമേൻ. അപ്പോൾ ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് അവർ ചെയ്തിരുന്നത് പൂർത്തീകരണത്തിന്റെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അത് ചെയ്തപ്പോൾ അതിന്റെ പൂർത്തീകരണം കർത്താവ് ചെയ്യുകയാണ്. So it became a fulfillment of of the sacrifice they did in the Old Testament. യേശുക്രിസ്തു മരിക്കുമ്പോൾ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, പിതാവേ സകലം പൂർത്തിയായിരിക്കുന്നു. When Jesus died, he made a statement, it is finished. അതൊരു പക്ഷേ ഇതുകൂടെ ചേർത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe it was a fulfillment of this ഹല്ലേലൂയ. promise. സ്തോത്രം. Hallelujah. അപ്പോൾ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. We'll go on to the next verse. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I believe it will be more interesting. ആമേൻ. അപ്പോൾ നമ്മുടെ നിത്യരക്ഷയെ പറ്റിയുള്ള ഒരു ബോധ്യം നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. God wants us to have a conviction of our eternal salvation. നമ്മുടെ ഇന്നത്തെ കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ടെമ്പററി ആണ്. All our sufferings are only temporary. അത് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. We have to believe that there is going to be a glory later. പിശാച് എന്തെല്ലാം നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയോ, Whatever the enemy has taken from our lives, നമുക്ക് കിട്ടേണ്ട നന്മകൾ ഭൂമിയിൽ, whatever blessings we have to have in this സ്വർഗീയ earth, ഇടങ്ങളിൽ വസിക്കേണ്ട നമ്മളെ സ്തോത്രം നമുക്കുണ്ടായിരുന്ന അവകാശങ്ങളെ മുഴുവൻ പിശാച് കൊണ്ടുപോയപ്പോൾ when the Satan took all our inheritance which we were supposed to enjoy, അവന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ, he took us into slavery. ശാപത്തിലേക്കും രോഗത്തിലേക്കും പിശാച് മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ, When Satan takes man to slavery, to curse, ആമേൻ, അത് മടക്കി കൊടുക്കണമെങ്കിൽ ഒരു മരണം ആവശ്യമായിരുന്നു. if a man has to be restored, a death has to take place. അതെങ്ങനെയാണെന്നുള്ളതാണ് 16-17 വാക്യങ്ങൾ കാണിക്കുന്നത്. 16-17 shows how it's going to take place. അത് അവിടെ നമുക്ക് കിട്ടിയെങ്കിൽ വായിക്കാം. ജനിക്കുന്ന 15-ാം വാക്യത്തിൽ കുറച്ച് കൂടുതൽ പറഞ്ഞെന്ന് തോന്നുന്നു. I think I spoke more on verse 15. എന്നാൽ 16-17 വാക്യങ്ങളിൽ 15-ാം വാക്യം നമുക്ക് 16-17 കിട്ടിയെങ്കിൽ വേഗത്തിൽ വായിക്കാം. സമയം പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേൾക്കുന്ന നിയമമുള്ളിടത്ത് പറയണം. നിയമകർത്താവിന്റെ മരണം തെളിയുവാൻ ആവശ്യം, മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗം കഴിച്ചതിന്റെ കാരണം, The reason why Jesus became the sacrifice for us, നമുക്ക് യേശുക്രിസ്തു നമുക്ക് വേണ്ടി, ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൃഷ്ടിച്ച അനവധി കാര്യങ്ങളുണ്ടായി. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. God had prepared many things for us in eternity that we had lost. പക്ഷെ അത് മടക്കി തരുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ മരണം മരിക്കുന്നത്. The reason Jesus died was to give us those things which we lost. അത് പാപത്തിലൂടെയാണ് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയത്. It was lost through man's sin. പാപം വന്നപ്പോഴാണ് പർദീസയിൽ നിന്ന് ദൈവം ഗെറ്റ് ഔട്ട് അടിച്ചത്. It was when man sinned that he was kicked out of paradise. പക്ഷേ ഇത് മുഴുവൻ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ യേശുവിന്റെയാ. If we ask whose all this was, we can say it belongs to Jesus. അപ്പോൾ ഇത് നമുക്ക് മടക്കി തരണമെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ മരിക്കണം. So if we have to get back all what we lost, the owner has to die. അതാണ് കവനന്റ്. That is the covenant. അവിടെ എഴുതിയിരിക്കുന്നത് ഒരു വില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. We know about the will. ഞാൻ ഈ വില്ലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. So as I've been studying about the will for the past few സ്റ്റഡിയല്ല, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. I had done a lot of things regarding the will, so I have a more clear understanding. എന്റെ വില്ല് ഞാൻ എഴുതിയിട്ടില്ല. I have not written my will. എന്റെ പിതാവ് ഒരു വില്ല് എഴുതിയിട്ടുണ്ട്. My father has written a will. ആമേൻ. നമ്മളിൽ പലരും വില്ല് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know if any of you have written a will. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയാണല്ലോ വില്ല്. A will shows what happens if we have to die. അപ്പൊ ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നിയമമാണ്. Here in the English it is said testament. അവിടെ പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു വില്ലെന്നാണോ അല്ലെങ്കിൽ അത് കവനന്റ് ആണോ? ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റമെന്റ് ആണ്. The New King James it is called testament. ESV and NLT വേർഷനിൽ പറഞ്ഞിരിക്കുന്ന വില്ലെന്നാണ്. In other versions it is called will. NASB എന്ന് പറഞ്ഞ വേർഷനിൽ പറഞ്ഞിരിക്കുന്ന കവനന്റ് എന്നാണ്. In other versions it's called covenant. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു മരണപത്രികയാണ്. It is a death certificate. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൃത്യുലേഖ, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം
ചിലർക്ക് കിട്ടുന്നതിനെ പറ്റിയുള്ള ഒരു എന്ത് ലഭിക്കുമെന്നുള്ളതിനെ പറ്റി വ്യക്തമായി ബില്ല് നമുക്കുണ്ടെങ്കിൽ അറിയാം. നമ്മളൊരു ബില്ല് എഴുതുകയാണെങ്കിൽ അതിനകത്ത് എഴുതി വെക്കും ഇന്ന കാര്യങ്ങൾ ഇന്ന ആൾക്ക് കൊടുക്കണം. ഇതിനകത്തുള്ള പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പിതാവ് ഇന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ബില്ല് എഴുതി വെക്കും. So the people on this earth, they write the will so that after their death the property belongs to whom it is written there. ഇവര് ജീവിച്ചിരിക്കുന്നതും കാലം ഈ ബില്ലിന് യാതൊരു വിലയുമില്ല. But while they are living, this will has no value. അതിന് വാല്യൂ ഇല്ല. There's no value. അത് വെറും ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. It's only a paper. പക്ഷെ ഈ വ്യക്തി മരിച്ചെങ്കിൽ മാത്രമേ ഈ വില്ല് എസ്റ്റാബ്ലിഷ് ആകത്തുള്ളൂ. Only after death of the person can this will have a value. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു വില്ല് എഴുതി. Jesus wrote a will for us. അതാണ് പുതിയ നിയമം. That is a new This is a new covenant. New covenant. നമുക്കുള്ള വില്ലാണ്. That is our will. നമുക്കുള്ള ഗുഡ് ന്യൂസ് ആണ്. It's a good news for us. ആമേൻ. നമുക്കുള്ള ന്യൂ ടെസ്റ്റമെന്റ്. It is a New Testament. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ന്യൂ ടെസ്റ്റമെന്റ് നമുക്കുള്ള അതിനകത്തുള്ള വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. So the blessings of the New Testament is for us. അത് കിട്ടുവാൻ വേണ്ടിയാണ് യേശു മരിച്ചത്. So in order for us to get those blessings, that is why Jesus died. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന്റെ മേലുള്ള ദൈവികമായ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ആമേൻ നിത്യതയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പിതാവ് സ്വന്തം ഓമനകുമാരനെ നമുക്ക് വേണ്ടി മരിക്കാൻ ഏൽപ്പിച്ചു. God gave his own son to die in our place so that we can receive the blessings. ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I believe you can understand what I'm trying to say and ഇതൊരു be a ദൈവിക blessing to വെളിപ്പാടാണ്. us. It is a revelation. മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണത്. It is a mystery. ചിലർക്കെങ്കിലും അത് അറിയാമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. I think many must have had a revelation of it. ബൈബിളിന്റെ താക്കോൽ വാക്യം യോഹന്നാന്റെ സുവിശേഷം 3:16. The key verse of the Bible is John 3:16. അവിടെ പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. God so loved the world that he gave his only begotten son, that whoever believes in him shall not perish but have eternal life. അതെ, അവർ നശിച്ചു പോകാതെ അവർക്ക് നിത്യതയുടെ അവകാശിയായി തീരുവാൻ, നിത്യതയിൽ അവർക്ക് അവരുടെ വാഗ്ദത്തം ലഭിക്കുവാൻ, അവർക്ക് അവരുടെ അവകാശം ലഭിക്കുവാൻ, so that they will not perish but they will have eternal life. They have eternal inheritance. അവർക്ക് നമുക്ക് കിട്ടുന്ന അവകാശം, നമ്മുടെ ഭൂമിയിൽ നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമുക്ക് സ്വത്തിന്റെ ചില അവകാശങ്ങളൊക്കെ തരാറില്ലേ? Just like our parents give inheritance for their children. അപ്പൊ അതുപോലെ തന്നെ ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ചില അവകാശങ്ങൾ, ഭൂമിയിൽ ചില അവകാശങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. In the same way, our God, our Father has prepared an inheritance for us in heaven. അത് കിട്ടണമെങ്കിൽ ഒരു മരണം നടക്കണം. And if we have to get that inheritance, a death has to take place. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ പൊന്നോമന പുത്രനെ നിങ്ങൾക്ക് വേണ്ടി യാഗമായി കൊടുക്കുകയാണ്, ആ മകനുള്ളത് മുഴുവൻ നിങ്ങൾക്ക് ഞാൻ തരിക. God is saying, I'm giving my son for you, and all that belongs to him belongs to you. കാരണം എൻ്റെ പുത്രനുള്ളതാണ് മുഴുവൻ. Because all that belongs to him belongs to you. പുത്രൻ മരിക്കുന്നതിന് മുമ്പ്, ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തന്റെ മരണപത്രിക എഴുതി വെച്ചു. Before Jesus died, he had written the will. അത് ദൈവമക്കൾക്കുള്ളതാണ്. It is for the children of God. ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം ദൈവം നമുക്ക് തന്നു. God has given us a right to be called children of God. അതിനെ ഓർത്ത് എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. How many of you can thank God for that? ദൈവം നമുക്ക് വേണ്ടി അത് ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കണം. We have to receive the inheritance. യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിക്കണം. We have to believe in the sacrifice of the cross. അപ്പോൾ യേശുക്രിസ്തുവിനുള്ള അവകാശമുള്ളത് കൊലോസ്യർക്ക് ലേഖനം 1:14 പറയുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. കൊലോഷ്യൻസ് 1:16 അവിടെ പറയുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ കൊലോസ്യർ 1:16 വായിച്ചാൽ മതി. അപ്പോൾ കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിന് 16:15 പറയുന്നുണ്ട്, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളതാണ്, അതുകൊണ്ടത്രേ ഞാൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങളെ അറിയിച്ചു തരുമെന്ന് പറഞ്ഞത്. അപ്പോൾ പിതാവിനുള്ളത് മുഴുവൻ കർത്താവിനുള്ളതാണ്. So in John 16, the word of God says that all that belongs to the Father belongs to me. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് മടക്കി തരുന്ന വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ പാപത്തിൽ ആദാമിന്റെ സന്തതികളാണ്. We are the children of Adam, so we did not get the inheritance. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ചെയ്ത ഒരു യാഗവും അതിന് പൂർത്തീകരണങ്ങളാകുന്നില്ല.
all the sacrifices that made by the Old Testament saints were not complete. കർത്താവായ യേശു ക്രിസ്തു തന്റെ യാഗം കഴിച്ച് അതിനുള്ള പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സകല അതേ നിയമങ്ങളും ലംഘനങ്ങൾക്കുള്ള സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും കർത്താവ് ചെയ്തു. Jesus has did everything on the cross. അതെ, മോശയുടെ നിയമം മുഴുവൻ കർത്താവ് ജീവിതത്തിൽ അത് അതിന്റെ എല്ലാ പരിപൂർണതകളും കർത്താവ് സ്വന്തം ജീവിതത്തിൽ ചെയ്തു, പൂർണ്ണ മനുഷ്യനായി തീർന്നു. Jesus fulfilled the law of Moses through his own life. അതിനുശേഷം അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സ്വന്തം ജീവനെ കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. And Jesus gave his own life for us. അപ്പൊ നമുക്ക് നിത്യതയിൽ കർത്താവ് നമുക്ക് വേണ്ടി ചിലത് ഒരുക്കിക്കൊണ്ട് ആ ക്രിസ്തുയേശുവിന്റെ മരണത്തിന് ശേഷം കർത്താവ് എഴുതിയ ഒരു മരണപത്രികയാണ് നമ്മുടെ പുതിയ നിയമം. The New Testament is the testament he has written for us. ആ കർത്താവ് യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളാകുന്നവർക്ക് അവർക്കുള്ള അവകാശമാണ്, അവർക്ക് നിത്യതയുടെ അവകാശം. The children of God who has become children of God have an inheritance. അവർക്കുള്ളതാണ് നിത്യരക്ഷ. They have eternal salvation. അവർക്ക് രാജ്യത്വമുണ്ട്. They have a kingdom. നമ്മള് ദൈവരാജ്യത്തിന്റെ അതിന്റെ അംഗങ്ങളായി തീരുകയാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് ദൈവം നമ്മളെ മാറ്റുകയാണ്. God has made us priests and kings. മഹത്വമുള്ള ഒരു ശരീരം ദൈവം നമുക്ക് നൽകുകയാണ്. God is giving us a glorious body in eternity. പിന്നെ റെവലേഷൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വാഗ്ദത്തങ്ങൾ 7 സഭയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. In Revelation 1 and 2 we see the many promises that are being given to the church. അപ്പോൾ ഇത് നമ്മുടെ വില്ലിൽ നമുക്കുള്ള വില്ലിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. So this is all what is written in our will. അപ്പോൾ കർത്താവ് പറയുന്നത് എന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. Jesus said, in my father's house there are many mansions. അവിടെ പോയി ഞാൻ ഒരുക്കി സ്ഥലമൊരുക്കി ഞാൻ മടങ്ങി വരും. I go to prepare a place for you and I will return. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കും. So that you will be where I am. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ട് മടങ്ങി വരികയാണ്. So Jesus preparing certain things for us and he's coming പക്ഷെ അത് back. അവകാശമായി തീരണമെങ്കിൽ ഒരു മരണം നടക്കണം. കർത്താവ് മരിച്ചു. But we have to really inherit that. A death has to take place. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ വില്ല് എഴുതി. Jesus has written that will. ആ ബില്ല് എഴുതുക മാത്രം, ആ ബില്ല് നമ്മുടെ ജീവിതത്തിന്റെ മേൽ അത് നമുക്ക് അവകാശമായി തീരണമെങ്കിൽ നമ്മൾ ദൈവമക്കളായി തീരണം. So if we have to really inherit those blessings, we have to become children of God. അത് കർത്താവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിലുള്ള വിശ്വാസമാണ് നമ്മളെ ദൈവമക്കളാക്കി തീർക്കുന്നത്. So it is through faith in the sacrifice of Jesus that we become children of God. അത് മാത്രമല്ല, നമുക്ക് അത് നമ്മുടെ അവകാശമായി തീരണമെങ്കിൽ, if we have to have that inheritance, നമുക്ക് ഒരു യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വരണം. repentance has to be there on our side. അങ്ങനെ പല അതിനുള്ള ക്ലോസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, only if we do all those things, അത് നമുക്ക് നമ്മുടെ അവകാശമായി തീരുകയാണ്. only then we will receive inheritance. അതെ, നമുക്ക് ഈ ഭൂമിയിൽ ശാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കുകയാണ്. Jesus is setting us free from the curse. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം ദൈവം നമുക്ക് നൽകുകയാണ്. He is giving us the gift of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങളാ ദൈവം നമ്മളെ നിറയ്ക്കും. He is filling us with the fruits of the Holy Spirit. പൈശാചിക മണ്ഡലങ്ങളിലുള്ള അധികാരം ദൈവം നമുക്ക് നൽകും. He is giving us authority over the powers of darkness. യേശുക്രിസ്തുവിലെ സകല വാഗ്ദത്തങ്ങളും ഭൂമിയിൽ കർത്താവ് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയുള്ള അവകാശമാണ്. All the promises of eternity belong to the children of God. അതെ, ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ്. Let us receive it in faith. ഇന്ന് വിശ്വാസം എത്ര പേർ പറയും എന്റെ ശാപങ്ങളെ കർത്താവ് ചുമന്നൊഴിച്ചു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തയ്യാറാകണം. How many of you believe that Jesus took all your curses upon himself? ആ വിശ്വാസമാണ് നമ്മുടെ നിത്യതയിൽ കർത്താവിന്റെ അവകാശത്തിന് നമ്മൾ ഓഹരിക്കാരായി തീരുന്നത്. It is only through faith that we become inheritors of those promises. അപ്പോൾ ആ കർത്താവിലുള്ള വിശ്വാസം ആണ് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. So it is only through faith. നമ്മൾ അനുദിനം കർത്താവായ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഏത് പാപം എപ്പോൾ ചെയ്യുമ്പോഴും അത് രക്തത്താൽ മറ്റൊരു യാഗത്തിന് വേണ്ടി പോകേണ്ട യേശുക്രിസ്തു യാഗത്തിൽ വിശ്വസിച്ച് അത് ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ ആ രക്തത്താൽ ദൈവം നമ്മളെ കഴുകി വിശുദ്ധീകരിക്കും. So when we commit any sins, we do not have to sacrifice an animal, but when we believe in, when we have faith in the sacrifice of Jesus, then he washes us. ദൈവം നമ്മളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുകയാണ്. He is restoring us. നമുക്കൊരു മൃഗത്തിന് വേണ്ടി ഓടേണ്ട ആവശ്യമില്ല. We don't have to go in search of an animal. നമ്മളെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് അവകാശികളാക്കി ദൈവം നമ്മളെ മാറ്റുകയാണ്. He is making us inheritors of the promise. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആമേൻ കർത്താവിന്റെ കൂടെയുള്ള എല്ലാ വാഗ്ദത്തങ്ങളും ദൈവമക്കൾക്ക് ആമേൻ ആമേൻ എന്ന് തന്നെയാണ്. So all the promises of God
Amen, amen in Christ Jesus. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, Jesus died, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തു. he rose up അപ്പോൾ again. മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റാൽ പിന്നെ ഈ വില്ല്, ഞാൻ മരിച്ച വ്യക്തിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാം, ഞാൻ മരിച്ചു പോയിട്ടില്ല, ഞാൻ തിരിച്ചു വന്നു, നിങ്ങൾ ആ വില്ല് ഇനി എനിക്ക് തിരിച്ചു തരാൻ പറയാം. If the person who died really didn't die, he can take back the will and said, I cannot give it. ഒരു വില്ല് എഴുതുമ്പോൾ അതിനകത്തൊരു എക്സിക്യൂട്ടർ കാണും. If somebody writes a will, there has to be an executor. ആ എക്സിക്യൂട്ടർ കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരുന്നു. Jesus himself is executor. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും തിരികെ വരുമ്പോൾ When Jesus rose up again and comes back, നമുക്ക് തന്ന അവകാശം കർത്താവ് തിരിച്ചെടുക്കത്തില്ല. Jesus will not take back our inheritance. ഇല്ലെങ്കിൽ നമ്മുടെ അപ്പൻ മരിച്ചിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നാൽ പിന്നെ നിയമപ്രകാരം അപ്പനുള്ളതായിരിക്കും. If our father dies and comes back again, then it rightly belongs to him again. ഇല്ലെങ്കിൽ അപ്പന് പറയാം, എന്റെ ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും, ഞാൻ മരിച്ചിട്ടില്ലെന്ന് പറയാം. Father can say, I didn't die, it belongs to me. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അത് നമ്മുടെ ജീവിതത്തെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി. So for the will to be executed, Jesus rose up and he went to the presence of the Father. അവിടെ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. And he is interceding on our behalf. കാരണം ഈ അവകാശം നമുക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചേർക്കപ്പെടുവാൻ വേണ്ടി, so that we come into the presence of God. ഈ വില്ലിന്റെ എക്സിക്യൂട്ടറായി കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. Jesus being the executor of the will, he still lives. അതെ, ഇന്നും ജീവിക്കുന്ന ഒരു എക്സിക്യൂട്ടറായി കർത്താവ് നമുക്കുണ്ട്. Jesus is still the executor of our will. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും ആ കർത്താവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാം. So we can come anytime boldly to his presence. ആ കർത്താവ് വീണ്ടും വരും. He is coming again അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. to execute the will. ഈ ഭൂമിയിലുള്ള അവകാശങ്ങൾ നമുക്ക് കർത്താവ്, സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. He can execute the will on our ഞാൻ behalf. പറയുന്ന ആർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കർത്താവ് സ്തോത്രം ചെയ്യാൻ തയ്യാറാണോ? സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെ പറ്റി ദൈവിക വചനപ്രകാരമുള്ള ചില വെളിപ്പാടുകൾ മാത്രം ഞാൻ പറഞ്ഞോളൂ. I'm just trying to tell you what Jesus did for us. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I hope it will be a blessing to നമുക്കൊരു you. ബോധ്യം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ. Holy Spirit will give a യേശു conviction. നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെ പറ്റി ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. I'm just giving a അപ്പൊ ഈ brief account of what Jesus did for us. എബ്രായ ഗ്രന്ഥകർത്താവ് ഇവർക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക, യേശു എന്താ ചെയ്തേ. So the author of Hebrews is trying to let them know what Jesus did സത്യം for പറഞ്ഞാൽ them. എനിക്കിത് മനസ്സിലായിട്ടില്ലായിരുന്നു. Actually, I did not understand it fully. പിതാവ് ഇത്രയധികം നമുക്ക് വേണ്ടി സ്നേഹിച്ച് പുത്രനെ കൊല്ലാൻ കൊടുക്കുന്നത് നമ്മളെ കാര്യങ്ങള് നമുക്കുള്ള അവകാശം കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. It is only later I came to know that the Father gave his son to be a sacrifice. അത്രയധികം ആ പിതാവ് നമ്മളെ സ്നേഹിച്ചു, സ്വന്തം പുത്രനെ കൊടുക്കുവാൻ തക്കവണ്ണം, മരിക്കാൻ തക്കവണ്ണം. So Jesus, Father loved us so much to give his only son. വീണ്ടും ദൈവസന്നിധി പുതിയ ആദാമായി കർത്താവ് വന്ന് നമ്മളെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാൻ, അവിടെ നമ്മുടെ സ്വർഗത്തിന്റെ അവകാശികളായി തീർക്കുവാൻ. He became the new Adam to make us inheritors of eternal life. ഇന്ന് പ്രത്യാശയില്ലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, If anyone is hearing me does not have any hope, ആ പ്രത്യാശ കർത്താവ് ഇന്ന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I pray that God will give you that hope. അതെ, ആ പ്രത്യാശ കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിലും, അതെ ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും നമുക്കൊരു അവകാശമുണ്ട്. Not only in this earth, in heaven we have an inheritance. അതെ, ആ കർത്താവ് വീണ്ടും നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ കർത്താവ് വീണ്ടും വെളിപ്പെടും. Jesus will come again. നമ്മളെ ചേർക്കുവാനായിട്ട്, He will come to take us, നമ്മളെ വീണ്ടും നമ്മുടെ അവകാശത്തിലേക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട്. to take us into our inheritance. സ്തോത്രം. ഇവിടെയുള്ളതൊക്കെ നശ്വരമാണ്. All that is here is temporary. സ്വർഗത്തിൽ നമുക്ക് നല്ല ഒരു ഉത്തമ ഓഹരി, ഒരു ഉത്തമ അവകാശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. God has prepared an inheritance which is incorruptible in heaven. ആ ബോധ്യം കർത്താവ് ഇന്ന് രാത്രി നമുക്ക് നൽകട്ടെ. May God give us that conviction. എത്ര ദൈവത്തിനൊന്ന് നന്ദി പറയും കർത്താവേ. Let us ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. കാരണം സൂമനാണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അത് മനസ്സിലാകാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം ഈ ഒരു ഭാഗം അല്പം മനസ്സിലാക്കേണ്ട കാര്യമാണ്. All these things, it is something we need to know. അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പിശാചിന്റെ മേൽ ജയമെടുക്കുവാനുള്ള തീർച്ചയായിട്ടും ആ ഒരു സത്യം നമുക്ക് ജീവിതത്തിൽ വിടുതലായി തീരും. So when we come to know the truth, we can have a victory over the evil one. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. Let us give ourselves to God. നമുക്ക് കർത്താവിനെ ഒരു നിമിഷം എത്ര ദൈവത്തിന് നന്ദി പറയും. If you will thank God. അതെ, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് 1 പത്രോസ് 3:5 പറഞ്ഞിരിക്കുകയാണ്. 1 Peter 3:5 says the salvation which is going to be revealed in the last days. ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി For the inheritance that has been prepared for us. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്
there is an inheritance which is kept for us, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. which does not fade away. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ചിലത് സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. Those who believe in Jesus, God has prepared an അത് ക്ഷയം, inheritance. മാലിന്യം, വാട്ടം ഇല്ലാത്തവയാണ്. It is incorruptible, it does not fade away. അതിന്റെ അവകാശത്തിനായിട്ട് നമ്മളെ അതിനുവേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. God has begotten us again to get that inheritance. അവൻ പുതിയൊരു സൃഷ്ടിയാക്കി ദൈവം മാറ്റിയത്. He made us new creation. അതുകൊണ്ട് അവന്റെ വിളിയാൽ ആശയെന്നും വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമാത ഇന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് കണ്ണുകളെ തുറക്കട്ടെ. May the Lord open our eyes to see the ഈ വചനങ്ങളെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ, May the Lord ആശീർവദിക്കട്ടെ.